ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്തി യമ്മി ബൈറ്റ്സ്. ഐ എം സൂസൻ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഗുണമേന്മയുള്ളതും നല്ല രുചികരവുമായ നെല്ലിക്ക അച്ചാർ തയ്യാറാക്കാം. ഇത് ഉടൻ തന്നെ ഉപയോഗിച്ചു തുടങ്ങാവുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതും എന്നാൽ മാസങ്ങൾ കേടുകൂടാതെ ഇരിക്കുന്നതുമാണ്. വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. വീഡിയോ കാണുന്നതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഓർക്കണേ. 15 നെല്ലിക്ക നന്നായി കഴുകി തുടച്ച് ഡ്രൈ ആക്കി എടുക്കണം. ഒരു സ്റ്റീമറിൽ വെച്ച് ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റ് വെച്ചാൽ മതി. തുറന്നു നോക്കാം. കണ്ടോ, ഇത് വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കട്ടെ. തണുത്ത ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇതിൻ്റെ അല്ലികൾ ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കണം. വെളുത്തുള്ളി 2 കുടം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഒരു 10-12 എണ്ണം കഴുകി തുടച്ചെടുക്കണം. ഇതെല്ലാം മുറിച്ചെടുക്കണം. വെളുത്തുള്ളി നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഇഞ്ചി അരിഞ്ഞത് ഒരു 2 ഇഞ്ചിൻ്റെ കഷ്ണം കനം കുറച്ച് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത്. 5 ചുവന്ന മുളക് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവ വറുത്തു പൊടിച്ചത് 1/4 ടീസ്പൂൺ. ഉലുവപ്പൊടി അധികം ഇടരുത്, കയ്പ്പ് രുചി വരും. വിനേഗർ 1/4 കപ്പ്. ഇതെല്ലാം ആദ്യമേ റെഡിയാക്കി അടുപ്പിച്ച് വെക്കണം. ഇനി ഒരു കടായി ചൂടാക്കി 1/2 കപ്പ് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. അച്ചാർ ഉണ്ടാക്കാൻ എള്ളെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റാം. അതുപോലെ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രവും സ്പൂണും എല്ലാ ഇൻഗ്രീഡിയൻസും വെള്ളമയം ഒട്ടുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇനിയും മുളക് ചേർക്കാം. ചുവന്ന മുളക് അരിഞ്ഞതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനിയും തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനിയും ചേർക്കേണ്ടത് കായപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ. ചെറിയ തീയിൽ വെച്ച് തന്നെ എല്ലാം നന്നായി വീണ്ടും ഇളക്കി 2 മിനിറ്റ് വഴറ്റാം. ഇനിയും 1 കപ്പ് തിളപ്പിച്ചാറിച്ച വെള്ളം ഒഴിക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനിയും 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് തിളപ്പിക്കാം. ഉപ്പ് ആദ്യം കുറച്ചിട്ടാൽ മതി, പിന്നെ നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. 1/4 കപ്പ് വിനേഗർ എടുത്തതും കൂടെ ചേർത്തിളക്കാം. വിനേഗർ ചേർക്കുന്നത് കൊണ്ട് അച്ചാർ കേടുകൂടാതെ ഇരിക്കാൻ സഹായിക്കും. ഇതിലേക്ക് സ്റ്റീം ചെയ്തെടുത്ത നെല്ലിക്കായും ചേർത്തിളക്കാം. എല്ലാം ഓൾറെഡി വെന്തതായതുകൊണ്ട് ഇനി അധികം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ഉപ്പും വിനേഗറും ഒക്കെ വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർക്കുന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് മാറാൻ മാറ്റി വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നെല്ലിക്ക അച്ചാറാണ്. ഇത് ഇരിക്കും തോറും ഇതിൻ്റെ രുചി കൂടി വരും. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് ഉണ്ടാക്കുന്നത്? ഫീഡ്ബാക്ക് അറിയിക്കണം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണം. നല്ലതായിട്ട് തണുത്ത ശേഷം വെള്ളമയം ഒട്ടുമില്ലാത്ത ഒരു ഗ്ലാസ് ജാറിലോ ഭരണിയിലോ ആക്കി നിറയ്ക്കാം. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അച്ചാർ എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്പൂണുകളൊക്കെ എപ്പോഴും ഡ്രൈ ആയുള്ളത് മാത്രം ഉപയോഗിക്കുക. ജാറിന് മുകളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണയോട് ഒഴിച്ചൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അച്ചാറിൻ്റെ ലൈഫ് കൂട്ടാൻ, കൂടുതൽ നാൾ കേടുകൂടാതിരിക്കാൻ സഹായിക്കും. ഇതടച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 2-3 മാസം കേടുകൂടാതെ ഇരിക്കും. ഒരാഴ്ചത്തേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ ബോട്ടിലേക്ക് ആക്കി മാറ്റി ഉപയോഗിക്കുക. വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി ഉടനെ എത്തും. തീർച്ചയായും കാണണം. താങ്ക്